കാണാൻ വേണ്ടി ഒട്ടാപ്പക്ഷി വന്നിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ ആന റൈഡുള്ള ഒരേ ഒരു തറവാട് കുളമാക്കിലാണ്. അവിടെ നമ്മൾ ചെയ്തൊരു വർക്ക് കാണിച്ചിരുമ്പോൾ എൻട്രൻസ് വരെ ചെയ്തിരിക്കുന്നത് ബട്ടർഫ്ലൈ ആണ് എൻട്രൻസ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. ഇനി മൊത്തം ഇതിനകത്ത് സകല സെറ്റപ്പും ചെയ്തിരിക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പാണ്. ഇത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗോൾഡൻ പെറ്റ്സ് കേസ് ആൻഡ് ബ്രീഡിംഗ് ബോക്സസ് നമ്പർ ഇവിടെ ഉണ്ട്. ഇനി നേരെ അകത്തേക്ക് പോകാം കേട്ടോ. ഈ ഗേറ്റ് ഉൾപ്പെടെയാണ് ഇത്ര കംപ്ലീറ്റ് പ്ലോട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഗ്വാനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഈ കുറച്ച് സമയത്ത് ഇതിൽ ഇനി ഇഗ്വാന വരാൻ പോകുന്നുണ്ട്. അതിനുശേഷം വരുന്നത് ഇത്രയും കംപ്ലീറ്റ്ലി ഓപ്പൺ ഏരിയയാണ്. ഇതിനകത്ത് ടേംഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ബേഡ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം എന്തോരം സൈസ് സുരേഷനെ? നല്ല അടി നീളത്തിലാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏവിയറി മാത്രമായിട്ട്. അപ്പം അതിൽ ടേംഡ് ആയിട്ടുള്ള ബേഡ്സ് എല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്തേക്ക് സ്പെഷ്യൽ ഡോറാണ് എപ്പോഴും ചെയ്യുന്നത് ഈ ഏവിയറി ഡിസൈൻ ചെയ്യുമ്പോൾ. കാര്യം ഈ ഒരു ഡോറിനകത്തൂടെ അകത്ത് കയറുന്നു, പിന്നെ അതിനുശേഷം വേറൊരു ഡോറിൽ കൂടെ ഇറങ്ങുന്നു. അതിനനുസരിച്ച് വെച്ചാൽ ബേഡ്സ് ഒന്നും പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏവിയറൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരുമ്പോഴേക്കും ആ ബേഡ്സ് ഒന്നും മിസ്സാകത്തില്ല. നമ്മൾ ഇനി അടുത്തത് ഇതിൻ്റെ ബേഡ്സ് പാർക്കിനകത്തോട്ട് കയറാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ടേംഡ് ആയിട്ടുള്ള എല്ലാ ബേഡ്സും വന്ന് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കും കേട്ടോ. ഇതെല്ലാം ടേംഡാണ് ആൾക്കാർ. നമ്മളെന്തെങ്കിലുമൊക്കെ കൈക്കിട്ട് കടിയിട്ട് നമ്മൾ കുറച്ച് തീറ്റ എടുത്ത് കൈ വെക്കും. ഇമാരുടെ റിയാക്ഷൻ എന്ന് പറയാം കേട്ടോ. ഇതിനകത്ത് ഈ കാണുന്ന ബ്രീഡിംഗ് ബോക്സ് ഒക്കെ നമ്മൾ തന്നെ ചെയ്തതാണ്. പിന്നെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ഓരോ ബേഡ്സിനും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പെർഫെക്റ്റ് ബ്രീഡിംഗ് ബോക്സുകൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാട്ടോ. ഈ മൺകലമല്ല, അല്ലാണ്ട് വുഡനായിട്ടുള്ള. നമുക്ക് ജസ്റ്റ് കുറച്ച് തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വരുന്ന കാര്യം അറിയാൻ പറ്റും കേട്ടോ. അതെ, ഒരാളെൻ്റെ ഷോൾഡറിൽ കയറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് പൊക്കിക്കൊണ്ടുവരാം. ഓമ്മേ, ഇതേ ബേഡ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് പരിപാടി? അപ്പോൾ ഇങ്ങനത്തെ വലിയ ഏവിയറീസ് ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ്ലി നെറ്റാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഷീറ്റ് ഉണ്ട്, വെള്ളം വീഴത്തില്ല. ഇടയ്ക്ക് ഗ്ലാസ് ടൈപ്പ് ഷീറ്റുകൾ ഇട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെളിച്ചവും കാര്യങ്ങളൊക്കെ എത്തും കേട്ടോ. ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത അതാണ്. നമുക്ക് പുറത്തിറങ്ങി ബാക്കി എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ആ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ബേഡ്സിനായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേജുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബേഡ്സൊക്കെ ഇനി വരാനുണ്ട്. ഇവിടെ ആനയുടെ സ്തൂപം, നമ്മൾ ലോൺ ഏരിയ, പ്ലാന്റ്സ്, ഇതിൻ്റെ വർക്ക് ഏകദേശം അവസാനത്തെ ഫിനിഷിംഗ് ലൈനിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബേഡ്സ് പാർക്കിലേക്ക് വിസിറ്റ് ചെയ്യുന്നവർക്കുള്ള പാത്ത് വേണം ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് കാള, പിന്നെ ഇതിങ്ങനത്തെ കുറേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ബേഡ്സിന് വേണ്ടിയിട്ടുള്ള ഏരിയകൾ ഇവിടെ കണ്ടില്ല. ഇവിടെ മുഴുവൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളികളാണ്. ഇതിൻ്റെ കേജിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അകത്ത് കംപ്ലീറ്റ്ലി ഷെൽറ്ററുമാണ്. ഇനി മഴയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഇവർക്ക് പകുതി മഴ കൊള്ളാൻ വേണ്ടി പുറത്തോട്ട് ചാടി നിൽക്കാം. കണ്ടില്ലേ, പെർച്ചൊക്കെ വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള. ഇതിനകത്ത് കോഴിയുണ്ട്. ഇപ്പം ഇതൊക്കെ വേക്കൻ്റ് ആണ്, പലതും ഫില്ല് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ക്ലയൻറ്റ് ഇനി ഇതൊക്കെ മേടിച്ചിടണം. ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന കുറേ അധികം ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്തതിൽ ഏറ്റവും ഹെവി വർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ഏർമാടമാണ് നമ്മുടെ ഏറ്റവും ഹെവി വർക്ക്. അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ കുറേ അധികം സ്തൂപങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ട് ബട്ടർഫ്ലൈയുടെ എൻട്രൻസ് ഒക്കെ ആയിരുന്നു നല്ല കിടിലം വർക്കുകൾ. അതിൻ്റെ പറ്റുമെങ്കിൽ വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു പോണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തായിരുന്നു. ഇതിനകത്ത് ഫൗണ്ടനൊക്കെ വർക്ക് ചെയ്യും. ഇനി ഇത് വാട്ടർ എല്ലാം ക്ലീൻ ചെയ്ത് ഫ്രഷ് വാട്ടറൊക്കെ ഫില്ല് ചെയ്ത് ഫൗണ്ടൻ വർക്ക് ചെയ്യിപ്പിക്കണം. ലോണൊക്കെ സെറ്റ് ചെയ്തിട്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് വരുന്നത് നമുക്ക് ആടിൻ്റെ അല്ല, കുതിരേനെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഒരു വരുന്നത്. ഇത് ആടിൻ്റെതാണ് അവിടെ പ്ലാറ്റ്ഫോം ചെയ്തിരിക്കുന്നത്. കാര്യം ആട് എപ്പോഴും കുറച്ചുകൂടെ ഹൈറ്റുള്ള ഏരിയയിൽ ചെയ്യുന്നത്. ഇനി ഒട്ടാപ്പക്ഷിനെ കാണണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ഒട്ടാപ്പക്ഷിനെ കാണിച്ചു തരാം. 2 ഒട്ടാപ്പക്ഷി ഇതിനകത്തുണ്ട്, കണ്ടില്ലേ. ഇനി വരുന്നത് നമ്മുടെ ഗൂസ് ഉണ്ട് അവിടെ, കണ്ട. നിധി അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ നടന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ പക്കപ്പിറന്നാളാണ്, മലയാള മാസത്തിലുള്ള പിറന്നാൾ അല്ലേ? അതെ. ഇവിടെ നല്ല ഫോട്ടോ സെക്ഷൻ ഏരിയ. ഇതൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത വർക്കുകളാട്ടോ. ഈ ഒരു ബട്ടർഫ്ലൈ ഒക്കെ മൊത്തത്തിൽ കാണിച്ചു തരാം. ബട്ടർഫ്ലൈ കണ്ടില്ലേ, ഈ പോയിൻ്റൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. മൊത്തം പുട്ടി വർക്ക് ചെയ്ത ഒരു ഡിസൈൻ വർക്കാട്ടോ. ഇപ്പുറത്ത് വരുവാണെങ്കിൽ എമു ഉണ്ട്. എമുവിനും കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പൺ ഏരിയ ആണ്. നല്ല ഹൈറ്റ് എത്തിയിരിക്കുന്ന ആൾക്കാരാട്ടോ. സ്കൂളുകളിലും മറ്റേ കോളേജുകളിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇത്തരത്തിലുള്ള ബേഡ്സ് പാർക്കുകൾ, പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള സൂകളെല്ലാം ഡിസൈൻ ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് നമ്മൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ. നമ്മുടെ ഒരു വർക്കിൻ്റെ ഏകദേശം ഐഡിയ ആണ് നമ്മൾ കാണിച്ചിരുന്നത്. ഇത്ര ഒരു പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചെറിയ പ്ലോട്ടാണെങ്കിലും ഏവിയറീസ് മാത്രമാണെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതിനകത്ത് കാണാൻ പറ്റുന്ന ഫെസൻറ്റുകളാണ് കേട്ടോ. ഫെസൻറ്റുകളുടെയൊക്കെ പേരുകൾ മറന്നുപോയി, എന്നാലും പറയാം. ഇതിനകത്ത് ഗോൾഡൻ ഫെസൻ്റ് ഉണ്ട്, സിൽവർ ഫെസൻ്റ് ഉണ്ട്. ഇതാ കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് മെയിൽ വരുന്നത്. ഫീമെയിൽ ഇതേ താഴത്തുള്ള ആൾക്കാർ കേട്ടോ. ഇതേ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം മൊത്തത്തിലെടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് കാണിച്ചാണ്. ഇനി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് കാണുന്നത് ഗോൾഡൻ ഫെസൻ്റ് ആണ്. ഭയങ്കര ഭംഗിയുള്ള ആൾക്കാരാട്ടോ ഇത്.
പിന്നെ നമ്മുടെ ഡക്കൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇറ്റാൻഷി ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരുന്നുള്ള ഫോട്ടോ സെക്ഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. വളരെ സേഫ് ആയിട്ടാണെന്ന് തോന്നുന്നു. ആൾക്കാർ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിരിക്കുന്നത് കൊള്ളാം. എടാ യമുനെ കാണിച്ചു കൊടുത്തില്ലായിരുന്ന? എടുത്തെടുത്ത് യമുനെ കാണിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കൊണ്ടുപോയിട്ട് ഇനി യമു എക്സ്പ്ലോർ ചെയ്യാൻ പോകാം കേട്ടോ. യമുന് പോകുമ്പോൾ ഒരു പച്ചില കൈ പിടിക്കുന്ന നല്ലതായിരിക്കും. എന്നാ പിച്ചോ, കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. യമു യമു മേടിച്ചു വേണ്ട, യമ്മുവിന് കൊടുക്കാം. ആയി കാണാൻ വേണ്ടി ഒട്ടാപ്പക്ഷി വന്നിട്ടുണ്ട് കേട്ടോ. വാവ് സൂപ്പർ. ഹായ് പറ. ഹായ്. ഇനി ഏർമാടം എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഹായ്. ഏർമാടത്തിൻ്റെ പണി കുറച്ചുകൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. കുറച്ച് അല്പസ്വല്പം വർക്ക് കൂടെ ഉള്ളൂ കേട്ടോ. നമ്മൾ മൊത്തത്തിലൊന്ന് മുകളിലോട്ട് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. മൊത്തം പറമ്പൊന്ന് കാണിച്ചു തരാം. ഏർമാടത്തിലേക്ക് ധൈര്യം അമ്മയ്ക്ക് ഇച്ചിരി കുറവായതുകൊണ്ട് അച്ഛനയിലോട്ട് കുഞ്ഞാപ്പിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ മുകളിലോട്ട് പോകാം കേട്ടോ. പിന്നെ മുകളിൽ മൊത്തം ഈ പുല്ല് വളർത്തി ഒരു സാധനം സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. കടല് ഇനി മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് നോക്കി ഇവിടുന്ന്. നമ്മള് ഹൈറ്റിൽ നമുക്ക് വൈഡായിട്ട് കാണാം കേട്ടോ. ഈ പ്ലോട്ട് എന്തോരം ചെയ്തെന്ന്. ആ ഭാഗത്ത് ഏവിയറി, ആ ഭാഗത്ത് ഡക്ക്, നമ്മുടെ ഗോൾഡൻ ഫെസൻറ്റുകൾ, പിന്നെ അപ്പുറത്ത് ഒട്ടാപ്പക്ഷി. എങ്ങനെയുണ്ട് പരിപാടി? സൂപ്പർ. ഇനി നമുക്ക് ആനയെ കണ്ടല്ലോ ഇതിമ്മ. ആനയെ നോക്കാൻ പോകാം കേട്ടോ. ഈ ഏർമാടം വിസിറ്റൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഏർമാടം? സൂപ്പർ. കണ്ടില്ലേ? ഓക്കെ. ഇനി ഞങ്ങൾ ആനയുണ്ടോ നോക്കട്ടെ. ഇവിടെ ആനയുള്ള തറവാടായതുകൊണ്ട് ആന പറ്റുമെങ്കിൽ നോക്കിട്ട് വരാം. പിന്നെ ഒട്ടകമുണ്ട്, കുതിരയുണ്ട് കേട്ടോ ഇവിടെ. ആദ്യം ചെയ്ത് കൊടുത്തത് ഈ ഒരു വർക്കായിരുന്നു കേട്ടോ, ഈ ഒരു പ്രാവും കൂട്. അതിനുശേഷമാണ് നമ്മൾ ഈ കംപ്ലീറ്റ് വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിവിടെ ഇനി ഒട്ടകത്തെ കാണാൻ പറ്റും. നമുക്ക് ഒട്ടകത്തെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ അതേ വർക്കൊക്കെ കണ്ടില്ലേ വേറെ. ഫസ്റ്റ് ടൈം ഒട്ടകത്തിനെ കാണാൻ പോകുന്നത്. ഒട്ടകം കണ്ടില്ല? ഒട്ടകം ഭയങ്കര ചാടാണ്. ഒട്ടകം ബാ ബാ ടാറ്റ കൊടുത്തേ. ളെയൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി കേട്ടോ ഇത്. ആനയൊക്കെ ഉത്സവം പ്രമാണിച്ച് പലയിടത്തായിട്ട് പോയിരിക്കുക. പിന്നെ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം.